ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് പോണത് ആലുവയിലാണ് കേട്ടോ പോണത്. ആലുവ. അപ്പൊ ഞാൻ ഇന്നലെ വെടിയിടാൻ വേണ്ടിയിട്ട് ആലുവ പോയപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പോയപ്പോ എനിക്ക് എന്റെ ടയറ് കണ്ടപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ക്ഷീണിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ക്ഷീണിച്ച് അസ്ഥി പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ കുഞ്ഞില് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ റൂബിനെ നോക്കണോട്ടെ നോക്കി ഒരു 3 വയസ്സോ 4 വയസ്സോ ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എറണാകുളത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഞാൻ ടൈഗറെ എൻ്റെ ചേച്ചിയുടെ മകൻ വന്ന് കൊണ്ടുപോയി, നോക്കിക്കോളാന്നും പറഞ്ഞ് കൊണ്ടുപോയി. ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇടയ്ക്ക് വെല്ലപ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവനെ കണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. ഈ ഇട ഒരു വർഷം ആയിട്ടുണ്ട് ചേട്ടൻ മരിച്ചിട്ട്. അപ്പൊ ചേട്ടനായിരുന്നു അതിന് ഫുഡൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ ഇപ്പൊ ഫുഡൊക്കെ ഭയങ്കര, അപ്പൊ 4 പട്ടി അവരുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞതാകുമ്പോൾ ക്ഷീണിച്ച് ഭയങ്കര അവസ്ഥ, വയറൊക്കെ ഓട്ടി കണ്ട് നമുക്ക് ഭയങ്കര ദയനീക അവസ്ഥ തോന്നും. ഞാനിപ്പോൾ അന്ന് കൊടുത്തു പോയാലും എനിക്ക് ഭയങ്കര കുറ്റബോധം. അതുകൊണ്ട് ഞാൻ അതിനെ തിരിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കണം. ഇപ്പൊ 9-10 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും അവന്. അപ്പൊ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാന്ന് വെക്കണം. അപ്പൊ ഞാൻ 10 അല്ലെങ്കിൽ 11 അത്രേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവൂല. അപ്പൊ ഇനിയിപ്പോ ജീവിക്കണ കാലം വരം അവൻ ഫുഡ് കഴിച്ച് ജീവിക്കാലോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങള് പോയിട്ട് തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങള് അപ്പൊ കാറിന് കൊണ്ടുവരാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കാറിന്റെ താക്കോല് ഉണ്ണിക്കുട്ടൻ കൊണ്ടുവന്നിട്ട് കാണാണ്ട് പോയി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു ഓട്ടോക്ക് ആലുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ടൈഗർ അപ്പൊ ഞാൻ കുളിപ്പിച്ച് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കയറ്റി പിന്നെ അവര് ഇഞ്ചക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത് അപ്പൊ ഈ നോക്കാണ്ടിട്ട് പുറത്തോട്ടൊക്കെ പോയാൽ നമുക്ക് നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ആ വഴി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ. അപ്പൊ തൽക്കാലം ഞാനിപ്പോ കടയിലേക്കാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞിട്ട് റൂബി ഉള്ളതെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കടയിൽ തന്നെ സെറ്റാക്കാന്ന് വിചാരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കൂടൊക്കെ പടത് അവിടെ സെറ്റാക്കി. അപ്പൊ ഫുഡൊക്കെ കൊടുക്കുക. അവിടെ ഭായിമാരുണ്ട്. അപ്പൊ അവര് ഫുഡൊക്കെ കൊടുത്തോളും. നമ്മള് പിന്നെ വീട്ടില് ഇഷ്ടംപോലെ ബാക്കി വേണ്ട ഭക്ഷണം ഉണ്ടല്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ള കാര്യമുള്ളൂ. അപ്പൊ വിശപ്പ് എന്താന്ന് അവൻ ശരിക്കും പഠിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഇപ്പൊ ഒരു 7 വർഷമായി. അപ്പൊ വിശപ്പ് എന്താന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഏത് സിനിമയാണ്, ആടുജീവിതത്തില് പൃഥ്വിരാജിന്റെ ഒരു ഇതായിരുന്നു കണ്ടിട്ട് എനിക്ക് അത മൈൻഡ് വന്നു. എന്താ വെച്ചാൽ വയറൊക്കെ പൊട്ടി അകത്തോട്ട് കയറിപ്പോയി, എല്ലൊക്കെ പൊങ്ങി. ഈ ലാഭന്ന് പറഞ്ഞാൽ നല്ല ഉരുണ്ടിരിക്കണ പട്ടിയാണ്. അതേപോലെ നല്ല നമ്മുടെ റൂബിനേക്കാളും വണ്ണമുള്ള ടൈമിലാണ് ഞാൻ കൊടുത്തത്. അപ്പൊ നല്ലോണം അപ്പൊ കൊടുത്തപ്പോ അവർക്ക് വേറെ പട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരിപ്പോ 4-5 പട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോ ചെറിയ പട്ടികൾ വരുമ്പോ ഇതിനിപ്പോ വേണ്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അവര് കൊണ്ടുപോയി ഇനി കളഞ്ഞാലോ എന്ന് ഓർത്താണ് ഞാൻ. സ്ഥിരം തന്നെ ഭക്ഷണം ഇല്ലാത്തെന്ന് പറഞ്ഞൊരു ദൈനിക അവസ്ഥയാണല്ലോ. മനുഷ്യനായാലും മൃഗങ്ങളാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ഇത്. അപ്പൊ അവന് ഒരു നേരം ഭക്ഷണം ഇനി തിരിച്ചു വന്ന് ഞാൻ കൊടുക്കാൻ ഇനി ജീവിക്കുന്ന കാലം വരെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നല്ലൊരു അവനെ പറ്റി 3 അത് ഞാൻ തിരിച്ചു വരുമ്പോ പറയാം, പട്ടീനേണ്ട് വരുമ്പോ പറയാം. രക്ഷപ്പെട്ട് പോകുന്നതാ. അതേപോലെ അപ്പൊ ഈ പട്ടീനെ തന്നെ മേടിക്കാൻ കാരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടന് അന്ന് 15 വയസ്സാണ്. 15 വയസ്സായപ്പോ അവൻ ഓരോ ദിവസം ഭയങ്കര കരച്ചിലാണ്, എനിക്കൊരു പട്ടീനെ വേണമെന്ന്. അങ്ങനെ പോയി 5000 രൂപ കൊടുത്ത് ലാബിനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത്, ബ്രെഡും പാലാണ് അവന് ഏറ്റവും ഇഷ്ടം. അതൊക്കെ കൊടുത്ത് വളർത്തണം. അപ്പൊ കൊണ്ടുവന്നപ്പോ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പട്ടിക്ക് ബ്രഷ് മേടിക്കല്, പല്ല് തേപ്പിക്കല്, അങ്ങനെ വളർത്തിയൊരു പട്ടിയായിരുന്നു അത്. പക്ഷെ അപ്പൊ എന്നോട് പറഞ്ഞത് പിള്ളേര് പറഞ്ഞ വേണ്ടമ്മ കൊടുക്കണ്ട, നമുക്ക് വളർത്താന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എറണാകുളത്തേക്ക് പോകുന്ന തൊട്ട് 3 സെന്റ് 2 സെന്റിലൊക്കെ വീടുകളാണല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് ഇതിന്റെ സൗണ്ട്, കുരക്ക് ഭയങ്കര സൗണ്ടാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. കൊടുത്തു പോയാലും ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നണ്. അങ്ങനെ നമ്മുടെ ടൈഗർ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ പോവാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഓട്ടോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാട്ടോ. ടൈഗർ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വീടിന്റെ വാതൊക്കെ തന്നെ എത്തിയിട്ടാ. ഓട്ടോറിക്ഷ ഇവിടെ ഇട്ട് ഇരിക്കാൻ പറ്റും. ടൈഗർ. അങ്ങനെ ഞാൻ ടൈഗറെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മുടെ ടൈഗർ ഞാൻ തന്നെ കൊണ്ടുപോവാണ്. ഞാൻ അവനെ ക്ഷീണമൊക്കെ മാറ്റി നല്ല സുന്ദരനാക്കി എടുത്ത് കാണിച്ചത്. അവൻ വനമാസം കാട്ടിൽ ഇത്ര നാൾ അനുഭവിച്ച് ഞാൻ അവന്റെ യോഗമാണ്.
ഇനിയിപ്പൊ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. അല്ല വേണ്ട, ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ട്. ടൈഗർ വാ നമുക്ക് പോവാ. ഇതൊക്കെ നല്ല കടിയായിരുന്നു. എന്നതിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുപോകണം. വേനല്ല, ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. എടുത്തോ, നമുക്ക് ബെൽറ്റ് ഇടാം. അഴിക്കുന്ന ബെൽറ്റൊക്കെ മുറിഞ്ഞു. നീ വീഡിയോ ഇടും. ആ ഇത് ടൈഗർ നേരം കൊള്ളരുതട്ടാ. നേരൊന്നും കൊള്ളരുത്. എന്താന്ന് വെച്ചാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. പുറത്തൊക്കെ നടക്കുന്ന പറ്റിയാണ്. മോനമ്മ നല്ല ബെൽറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാ, പുതിയ ബെൽറ്റ് ഒക്കെ ഇട്ട് അവിടെ നിൽക്ക ഓടി അടിമായിരിക്കും. ഓലം കണ്ട അവിടെ നിക്കടാ. പോണില്ല ഇതൊന്നും ഇടട്ടെ. അധികം ഇത്തിരി കൂടി ടൈറ്റ് ആയിട്ട് ഇട്ടോ. അവിടെ ചെന്നിട്ട് ടൈറ്റ് ആയിട്ട് കഴുത്ത് തന്നെ എടുക്കും. കഴുത്ത് തന്നെ എടുക്കൂടാ, ഇച്ചിരി ലൂസാക്കിട്ടോ. അതിലിട്ട് ഇച്ചിരി കൂടി തുളക്കണോ. ഇതിലിട്ടോ. ചങ്ങല മേടിച്ച് പോവാണ്. കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ ഒക്കെ കൊതിയൊക്കെ മാറട്ടെ. തിന്ന് കൊതിയൊക്കെ മാറി അവൻ നന്നാവട്ടെ. കണ്ടിട്ട് എന്റെ പൊന്നോ, വയറും പറ്റയും ഇത് കണ്ട. ഇരക്കമ്പരിയൊക്കെ ഓരോന്ന് എണ്ണി എടുക്ക. എങ്ങനെ പട്ടിയായിരുന്നു എന്റെ പൊന്നേ. ഇനി പുറത്തോട്ടൊന്നും പോവില്ല. ഞാൻ ആരും വിടണ്, വീട്ടിൽ നിന്ന് ആരും പുറത്തോട്ട് വിടണ്. ആ ഗേറ്റിന്ന് അപ്പുറം കിടക്കൂലായിരുന്നല്ല റൂബിയൊന്നും. രൂപയൊക്കെ ഇങ്ങനെ വന്ന് പൂച്ച അങ്ങനെ ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ പൂച്ചനെ അപ്പ പിടിക്കും. ഇതിന്റെ ഭാഗ്യത്തിന് ഞാൻ വന്നെത്തിയതാണ്. ഇതിന്റെ സമയം കഴിഞ്ഞു. ഇനി ഇതിന് നല്ല സമയമാണ്. അല്ലെങ്കിൽ ഞാൻ വരുമോ ഈ കോലം കാണോ? എങ്ങനെ വളർത്തിയ പട്ടിയാണ്. എന്റെ ശംഖ് പൊളിഞ്ഞു പോയി ഇന്നലെ കണ്ടിട്ട്. കളയണമെന്നും കൂടി പറഞ്ഞു കേട്ടപ്പോണ്ടല്ലോ എനിക്ക് ആകെ വിഷമായി. എനിക്ക് കൊണ്ടുപോയി പിന്നെ ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ തല്ലി. എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ വന്ന് പെടുകയും ചെയ്യും. വീണ്ടും കാണണ്ടേ. അങ്ങനെ നമ്മുടെ ടൈഗർ ഇതേ പാലൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണു. അപ്പൊ ഇനിയിപ്പോ പാല് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചേച്ചി ഇതേ കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ കുളിപ്പിക്കണത്. ഇനി കടയിൽ ചെന്നിട്ട് ഇനിയിപ്പോ നേരെ ആസ്പത്രിയിൽ. ഇന്ന് കുളിപ്പിക്കണില്ല. ബാപ്പോ അല്ല ബാബാ. അങ്ങനെ ഞങ്ങള് ടൈഗറെ കൊണ്ട് പോവാണ്. വാടാ ടൈഗറെ, നമുക്ക് വീട്ടിൽ പോടാ. വാടാ. ഇവിടെ മുമ്പാ വണ്ടി കയറിക്കോ. ചെളിയിൽ ഇവിടെ കയറിക്കോ ചടിക്കോ. സീറ്റ് കയറണ. സീറ്റ് കയറി. ഒരു ചാക്ക് എന്തെങ്കിലും എടുത്തോ. അല്ലേ ആരത് കയറ്റി നാളെ പോവാണ്. എന്തേ കൊണ്ടുപോകണം വന്നതാണാ? അന്നാ ബാ, മരുന്ന് മേടിക്കാൻ പോവാ. ഒരുമിച്ച് ആസ്പത്രിയിലേക്ക് പോവാ. കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പൊ പറഞ്ഞില്ലല്ലോ. ഞാൻ കാറിന്റെ താക്കോല് കാണാനില്ലെന്നേ. നോക്കി ഇന്നലെ രാത്രി മുഴുവൻ നോക്കി, ഇന്ന് നോക്കി. ഇതിപ്പോ എന്താന്നറിയാമോ? വേറെ എന്തെങ്കിലും ഉണ്ടാ? അവിടെ ഇരിക്കണ. അങ്ങനെ ഞങ്ങള് ടൈഗറെ ഓട്ടോ കയറ്റി ഞങ്ങള് തിരിച്ചത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇനി അവന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പട്ടീനെ കൊണ്ടുപോകണത് കാണാൻ വേണ്ടിയിട്ട് അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് പുറകെ ചിലപ്പോ വരും, പുറകെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര വിഷമായി ഇതിനെ കണ്ടപ്പോഴേ. എന്താ ഞാൻ ഇതുമാതിരി വളർത്തിയ ഒരു പട്ടിയല്ല. അതുകൊണ്ട് അവർക്കൊക്കെ കണ്ടപ്പോ ഭയങ്കര വിഷമായതുകൊണ്ട് അവൾ ഓടി വന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ നിൽക്കാണ്. ഭക്ഷണമൊക്കെ നല്ല ക്ഷീണമുണ്ട് അവന്. കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കണം. എനിക്ക് പേടി ഇഞ്ചക്ഷൻ വേറെ ആൾക്കാരെ അറിയില്ല. 23. ഞങ്ങളുടെ അവള് 38-39 കിലോ. റൂബി ഇവിടെ കയറി നിന്നേ. അവിടെ നിക്ക്.
ഇത് ഇവന് നല്ല ഭക്ഷണക്കുറവാണ് ഈ പ്രധാനം. പിന്നെ പ്രായം 10-11 പക്ഷെ അവന് ഫുഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവൻ കഴിക്കുന്ന ഫുഡ് അതിൻ്റെ അത്ര ക്ഷീണം വന്നേക്കണത്. പിന്നെ പേയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അത് അവര് ഞാൻ വളർത്തിരുന്ന പട്ടിയാണ് കുഞ്ഞില്ലേ, 3 വയസ്സ് 4 വയസ്സൊക്കെ ഞാൻ വളർത്തി. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ നോക്കോളാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വന്നപ്പോഴാണ് ഇതിന് കാണുന്ന ഈ പോലോടുന്നത്. അപ്പോൾ അവർ പേയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, പേരയുടെ മരുന്ന് കൊടുക്കാറില്ല. ഇത് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നു പെൺപട്ടികളായിട്ടൊക്കെ. അത് നല്ല പട്ടിയായിരുന്നു, നല്ല ഉരുണ്ടിക്കായിരുന്നു ഞാൻ കൊടുക്കുമ്പോൾ. ഈ അകത്തിട്ട് തന്നെ അവൾക്ക് പാലും ബ്രെഡൊക്കെ കൊടുത്ത് അകത്തുനിന്ന് വളർത്തിയതാണ്. പക്ഷെ അവരതിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഫുഡിൽ ഇന്നലെ 2 കൂട് ബ്രെഡ് ഞങ്ങൾ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ കിട്ടാനില്ല, കൊടുക്കലില്ല. 3-4 പട്ടികളുണ്ട് അവിടെ. അതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള ഫുഡ് കിട്ടണം. എല്ലാം അങ്ങനെയുള്ള പട്ടുണ്ണി അങ്ങനെ വല്ലതും മേലൊക്കെ പൊട്ടിയിട്ടുണ്ടോന്നൊക്കെ. ഇംഗ്ലീഷ് മതിയാണോ? ആ വരട വേണം വെച്ചക്കണ തിരി ഒക്കെ മറിച്ചിട്ട് എന്റെ റൂമിലത് ടോണിക്ക തന്നിട്ടുണ്ട്. പിന്നെ പേയുടെ ഇഞ്ചക്ഷൻ എടുത്ത് വണ്ടി കയറിയിട്ട് പറയും, വണ്ടി കയറിയിട്ട് പറയും. ഞാൻ വിട്ടോടത്തില്ല. കയറി ഇങ്ങോട്ട് കാല് അവിടെ അല്ല, ഇവിടെ കയറി താടി കയറി അവിടെ ഇരുന്നു, അങ്ങനെ നീങ്ങി. അപ്പൊ ഞങ്ങളിത് ഹോസ്പിറ്റലൊക്കെ കയറി തിരിച്ചു പോരാണ്ടാണ്. അപ്പൊ ഇവന് ഞങ്ങള് ഇഞ്ചക്ഷൻ എടുത്ത് പേയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോണിക്ക് തന്നിട്ടുണ്ട് രാവിലെ വൈകിട്ട് കൊടുക്കാൻ. പിന്നെ വിരയുടെ മരുന്ന് തന്നിട്ടുണ്ട്. അത് 2 മാസം 3 മാസം കൂടുമ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇനി 1 വർഷം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്താൽ മതി. പിന്നെ അടുത്ത ആഴ്ച കുളിപ്പിച്ചാൽ മതി. ഇഞ്ചക്ഷനൊക്കെ എടുത്തക്കണേ. പിന്നെ ഈ ചെള്ളൊക്കെ ഉണ്ട് ഇവൻ്റെ മേത്ത് ഇഷ്ടംമാരാ. ചെള്ള് പട്ടുണ്ണിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ് കുളിപ്പിച്ചത്. അപ്പൊ അത് 2 മാസത്തേക്ക് വേണ്ടി നിൽക്കുമെന്നാ പറഞ്ഞത്. ചെള്ളൊക്കെ ചത്തുപോകും, തന്നെ ചത്തുപോകുന്നു. അതൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു, മണ്ണീന്ന് വന്നത്. ഇനിയിപ്പോ മണ്ണിലൊന്നും അങ്ങനെ ഇറങ്ങണില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇതേപോലെ അവിടുത്തെ പോലെ വിടൂലല്ലോ. അപ്പൊ റൂബിയൊക്കെ വളർന്നോട്ട് തന്നെ നമ്മള് പിന്നെ കൂട് സെറ്റാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ കൂട് പണിതിട്ട് എണ്ണത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണിന്റെ പ്രശ്നമൊന്നും വന്നില്ല. അങ്ങനെയല്ല, ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ 7 കൊല്ലം കൊണ്ട് വിശപ്പ് എന്താന്നൊക്കെ അറിഞ്ഞ് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഇവൻ ചെറുപ്പമായിരുന്നപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിൽ വൈക്കത്ത് താമസിക്കുന്ന ഫ്രണ്ടിൽ തന്നെ സ്കൂളായിരുന്നു. അപ്പൊ സ്കൂളില് കള്ളം കയറി കഴിഞ്ഞപ്പോ ഇവൻ അന്ന് 2 വയസ്സൊക്കെ ഉള്ളു, 2-3 വയസ്സൊക്കെ എങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു. അന്നേരം ഭയങ്കര കുരയായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഇവനെ പിടിച്ച് വണ്ടിയിലിട്ട് എങ്ങാണ്ടും കൊണ്ടുപോയി ഇറക്കി കളഞ്ഞ് കുറെ ദൂരെ എവിടെ ഇറക്കിക്കണം. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ തിരിച്ച് വീട്ടിൽ വന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ട്. പിന്നെ നമുക്ക് പ്രളയം ഉണ്ടായില്ലേ, അപ്പൊ ഞാൻ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനാ. അവരെന്ത് ചെയ്ത്, അവരെ വീട്ടിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ്, ഇവനോട് പറഞ്ഞ ടെറസിന്റെ മേളിൽ കയറി നിന്നോളം പറഞ്ഞ്. ഇവനെന്തോ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്നു തോന്നുന്നു. അവര് പോവുകയും ചെയ്ത്. ഇവൻ ഒഴുകി പോയി ഒരു കിണറ്റില് വീണ്. പിന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞപ്പോ കിണറ്റിലെ വെള്ളം തന്നല്ലോ. അങ്ങനെ 2 പിള്ളേര് കണ്ട് ഇവനെ രക്ഷിച്ച് വീണ്ടും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത്.
പിന്നെ ഒരു തവണ ഇവന് തീരെ വയ്യാണ്ടത് ആരാണ്ടും പിടിച്ച് ഒരു കമ്പി കൊണ്ട് കുത്തി പഴുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ചത്ത കൂട്ടായതാ. പിന്നെ മരുന്നൊക്കെ മേടിച്ച് പിന്നെയും രക്ഷപ്പെട്ടു വന്നതാ. അങ്ങനെ മൂന്നാമത്തെ ഭയങ്കര സാഹസ്യമൊക്കെ ചെയ്ത് ഇപ്പൊ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാ. ഇപ്പൊ കാണാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ കടയിൽ കൂടെ ചെന്നാ ചിലപ്പോ ഉണ്ണിക്കൊണ്ട് മീനാക്ഷിയൊക്കെ അവിടെ വരാന്നാ പറഞ്ഞേക്കണേ ഇവനെ കാണാനേ. അപ്പൊ എന്നെ മറന്നിട്ടില്ല കേട്ടോ. ടൈഗറേന്ന് വിളിച്ചാൽ എന്റെ പുറകേന്ന് മാറുന്നില്ല. ഭയങ്കര സ്നേഹോ ടൈഗറേന്ന് പോന്ന് വലിയ സന്തോഷമായി തോന്നണ്. അപ്പൊ ചേച്ചി പറഞ്ഞ അവന്റെ കഷ്ടകാലം തീർന്നത് അതോടുകൂടി. അതൊന്നും ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു എന്റെ ടൈഗറെ ഞാൻ തിരിച്ചുകൊണ്ടെന്ന് ഇനി എത്ര കൊല്ലാണെങ്കിലും അവൻ ജയിക്കട്ടെ, ഫുഡ് കഴിച്ച് ചെയ്യട്ടെ. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് കടയിൽ പോയിട്ട് കാണാട്ടോ. ഇപ്പൊ തന്നെ ഒരുപാടായിട്ടുണ്ട് തോന്നണല്ലേ. അതില്ല. ഇറങ്ങി 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 വന്ന് അവിടെ നിർത്തിയോ ഇറങ്ങണ. ഞാൻ ഇറങ്ങിയപ്പോഴാ കണ്ട ഇറങ്ങിയത്. അത്ര നേരം ഇറങ്ങണുണ്ടായിരുന്നില്ല. എന്താ അവന് ശരിക്കും അറിയാട്ടാ. എന്നെ മറന്നിട്ടില്ലാടെ ഇറങ്ങത്. ആ പാട്ട് ഇട്ടോത്തടാ, അത് പാട്ട് വരും. എന്നെ കണ്ടിട്ട് എന്താ സ്നേഹം. ഇപ്പൊ ഞാൻ ടൈഗറിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇപ്പൊ ടൈഗർ ഒരു വിധമൊക്കെ സന്തോഷമായിട്ട് നിൽക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. ഇനിയിപ്പോ ടൈഗറിന് ഞാൻ ഇച്ചിരി ചിക്കൻ എന്തെങ്കിലും ഇട്ട് ചോറും കൂടി വെച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടി വെച്ചു കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ ഇത് കഴിച്ചാൽ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കട്ടെ. പിന്നെ മരുന്ന് തന്നതൊക്കെ മല്ലവേരയുടെ മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ചെള്ളിന്റെ ഷാമ്പു, കുളിപ്പിക്കാൻ ഷാമ്പു തന്നിട്ടുണ്ട്. പിന്നെ ചെള്ളിന്റെ അത് വേരയുടെ എല്ലാം മരുന്ന്. പിന്നെ പേയുടെ ഇഞ്ചക്ഷൻ എടുത്ത് ചെവിയൊക്കെ ക്ലീൻ ചെയ്ത്. പിന്നെ നഗര് വെട്ടാൻ ഉണ്ടായിരുന്നില്ല. നഗര് വെട്ടാൻ നോക്കിയപ്പോ അത് നഗര് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ചവൻ നന്നായിട്ടൊന്ന് അവന്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ട്ടാ.